എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയോട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ പിങ്കിയും മോഹിനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൊടുങ്കാറ്റ് പോലെ മഹേശനല്ല ജഗന്നാഥൻ അങ്ങോട്ട് വരുന്നേ. ജഗന്നാഥൻ വന്നിട്ട് പറഞ്ഞു, ഗൗതം അവിടെ ഇല്ലേന്ന് ചോദിക്കാണ്. അല്ല ഉണ്ട്, മുറിയിലുണ്ട്. എന്താ? എനിക്ക് ഗൗതമിനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവാണ്. എന്തോ കാര്യമായിട്ടുണ്ട്. എന്താന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല. എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ജഗന്നാഥേട്ടൻ ഇങ്ങനെ ഇത്ര ദേഷ്യത്തിൽ വന്നിരിക്കുന്നത്. ഈ സമയം ജഗന്നാഥൻ ഗൗതമിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ജഗന്നാഥനെ കണ്ടു എന്താ വലിച്ച എന്താ കാര്യം എന്ന് ചോദിക്കണം. എന്താ കാര്യമെന്നോ? ഇവിടെ എന്തൊക്കെയാ ഗൗതം നടക്കണേന്ന് ചോദിക്കാം. അല്ല എന്താ ഇവിടെ എന്താ പ്രശ്നം? ഇപ്പൊ ഒരുത്തിനെ ആദ്യം കൊണ്ടു നിർത്തി ഗാഥ എന്ന് പറഞ്ഞേ, ഇപ്പൊ ആണ്ട വേറൊരുത്തിനെയും കൂടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അല്ല ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? എല്ലാവരുടെ അനുമതി മേടിച്ചിട്ടാണ് അവരിവിടെ നിർത്തിയേക്കണമെന്ന് ചോദിക്കുക. അതിപ്പോ പ്രത്യേകിച്ച് എന്താ ചോദിക്കാതിരിക്കണേ? ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളുടെ മോളും അമ്മയല്ലേ, അപ്പൊ അവരെ രക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കില്ലേന്ന് ചോദിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ആണ്ടെ ആ ബാലാജിയുടെ ആൾക്കാര് ഗുണ്ടകൾ എന്നെ വഴി തടഞ്ഞു നിർത്തി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സുജാതേനെയും ഗാഥേനെയും ഇറക്കി വിട്ടോണെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഭീഷണിയാന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. അത് മാത്രമല്ല, അവരുടെ കൂടെ ആ ഹേമന്ത് എന്ന് പറയുന്ന അവനും കൂടെ ഉണ്ടായിരുന്നു പറയാണ്. അല്ല ഇത് കേട്ട് ഞാൻ ഗൗതമിന് ഒരു സംശയം. ഹേമന്ത് ഉണ്ടായെന്ന് ഉറപ്പാണോ? ഞാൻ കണ്ടതെന്ന് അവനെന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറക്കി വിട്ടോണെന്നാ ഭീഷണിപ്പെടുത്തിയേക്കുന്നത്, അറിയാവോ? അല്ല ഗൗതം, എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക, എന്തിനാ ഈ വയ്യാത്ത കുരിശൊക്കെ എടുത്ത് തലയെ വെച്ചോണ്ട് ചുമന്നുകൊണ്ട് നടക്കണേ? അവരെ എത്രയും പെട്ടെന്ന് ഇറക്കി വിട്ടാൽ എന്നെ കുഴപ്പം. അല്ലെങ്കിലും കുറെ കാലമായി ഞാൻ ശ്രദ്ധിക്കുന്ന ഈ വീട്ടിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏട്ടനാണെങ്കിൽ നല്ല തിരിമറി നടന്നിട്ടുണ്ട്. 1-2 രൂപയില്ല, കോടികളുടെയാണ് ഇപ്പം നഷ്ടം വന്നിരിക്കുന്നത്. അത് ഓഡിറ്ററെ കൊണ്ട് നോക്കിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആകെപ്പാടെ സമനില തെറ്റി നിൽക്കുക ഞാൻ. അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു വയ്യാവേലിയും കൂടെ. എനിക്ക് നല്ല സംശയമുണ്ട്. ഏട്ടന് ഈ പണമൊക്കെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാ ചെലവാക്കിയെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗൗതം, നീ ശരിക്കും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ഈ മോളനെ തള്ളയെ കുറിച്ചും ആ ചെമ്പമേട്ടിലൊന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്ക്. ഒരു പക്ഷേ നമ്മൾ അറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. ഗൗതം പറഞ്ഞേ, അങ്ങനെയൊന്നുമില്ല. അച്ഛൻ കള്ളം പറയേണ്ട ആവശ്യമില്ല. എന്നാ നീ വിശ്വസിച്ചോണ്ടിരുന്നു. കാര്യം ഞാൻ പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് തന്നെ അവരിവിടെ ഇറക്കി വിട്ടോണം. ഒരു കാരണവശാലും അവരേറ്റുകളെ ഇവിടെ നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ജഗന്നാഥൻ അങ്ങോട്ട് പോവാണ്. പിന്നീട് നേരെ മഹേശന്റെ അടുത്തേക്കാണ് ജഗന്നാഥൻ ചെല്ലുന്നേ. മഹേശന്റെ അടുത്ത് എന്നിട്ട് മഹേശനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ജഗന്നാഥൻ. അല്ല ഏട്ടനത് എന്തിന്റെ കേടാ അവറ്റകളെ ഇവിടെ പിടിച്ചെടുത്തിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് ബാലാജിയുടെ ആൾക്കാർ വഴി വെച്ചെന്നെ കണ്ട് ഭീഷണിപ്പെടുത്തി. നാളെ മിക്കവാറും ഇന്ത്യവരത്തിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ സ്ത്രീകളും ഒക്കെയുള്ള അറിയാലോ. എൻ്റെ ഭാര്യയും ഏട്ടൻ്റെ ഭാര്യ എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തെങ്കിലും നമ്മൾ സംഭവിച്ചു പോയിട്ട് കാര്യമില്ല. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ അവരിവിടുന്ന് ഇറക്കി വിടണമെന്ന് പറയും. ഇറക്കി വിടുമോ എന്ത് വേണം ചെയ്തോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഇന്ത്യവരത്തിൽ അവരെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. എല്ലാവരുടെയും അനുമതി മേടിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാ. പക്ഷെ സ്വന്തമായിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കാനായിട്ട് ഇതിനു മുമ്പ് ഏട്ടത്തി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല എന്നൊക്കെ പറയണം. ഞാനത് എല്ലാം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ പെട്ടൊരവസ്ഥയായി മഹേശന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ബാലാജിയുടെ ആൾക്കാർ ഈ വീട്ടിൽ വരും. ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ തന്നെക്കുറിച്ചും സുജാതയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കും. അതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് സുജാത ഇങ്ങനെ കഴിക്കുന്ന സമയത്താണ് മഹേശൻ അങ്ങോട്ട് വരുന്നത്. മഹേശനെ കണ്ട് സുജാതയ്ക്ക് വല്ലാത്തൊരു പരിങ്ങളുണ്ടായി. മഹേശനും വന്നിട്ട്, അല്ല നിങ്ങൾ എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. ഇത് കേട്ട സുജാത പറഞ്ഞു, എന്താ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊക്കോണം. ഇനി ഒരു നിമിഷം പോലെ നിങ്ങളിവിടെ നിന്നേക്കരുത്. ഇത്ര പെട്ടെന്ന് എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്കൊന്നും അറിയത്തില്ല. എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്തോ എന്തേലും ചെയ്തു തരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ബാവച്ചന്റെ ഒരു റിലേറ്റീവിന്റെ വീടുണ്ട് അങ്ങ് മൈസൂര്, അവിടെ നിങ്ങളെ കൊണ്ടേ ആക്കാം. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പൊക്കോളാൻ പറയാം. അല്ല എൻ്റെ ഈ അവസ്ഥയിൽ ആഴ്ച ചെക്കപ്പൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ചെന്നിട്ടാളും ചെയ്യാം. ഇനി നിങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അറിയാലോ, ഇപ്പൊ തന്നെ ബാലാജിയുടെ ആൾക്കാരുടെ ഭീഷണി നല്ല വണ്ണമുണ്ട്. അവർ ഈ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും നിങ്ങളെക്കാളും മുമ്പേ വീട്ടിൽ നിന്ന് പോണ്ടേ. അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത്. ലക്ഷ്മി അങ്ങനെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കുമല്ല. ലക്ഷ്മി മാത്രമല്ല ഗൗതമും. അതുകൊണ്ട് എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് നാളെയും തലയുയർത്തി നിൽക്കണ്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഗൗതമിനോട് പറഞ്ഞ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കോ. വാടക വീടെങ്കിൽ വാടക വീട്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടാന്ന് പറഞ്ഞാൽ മതി, അവിടെ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞിട്ട് മഹേശൻ അങ്ങോട്ട് പോവാണ്. സുജാതയ്ക്ക് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ചവിത്താനും കടലിനും പെട്ട അവസ്ഥ. ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ ഗൗതമം നന്ദിയൊന്നും സമ്മതിക്കുന്നില്ല ഇവിടുന്ന് പോവാനായിട്ട്. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാലാജിയുടെ ആൾക്കാരെ അവന്മാര് വെറുതെ ഇരിക്കത്തില്ലെന്ന് പറയാം. അതൊക്കെ ഓർത്തപ്പം സുജാതയ്ക്ക് സങ്കടമായി. ഈ സമയത്ത് ഗാഥ അങ്ങോട്ട് വന്നേ. ഗാഥ വന്നിട്ട് എന്ത് പറ്റിയമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ്.
മഹേശ്വരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കിട്ടി നമുക്ക് കാതോറി ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല മോളെ എന്ത് ചെയ്യണമെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് തന്നെ പോവാം. അമ്മ അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വിശ്വസിച്ച് പോകുന്നേ? ആ ബാലാജിയുടെ ആൾക്കാർ അവിടെയും കാണത്തില്ലേ? അപ്പൊ നമുക്ക് അവിടെ പോയി സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുമോ? അത് തന്നെയല്ല, അമ്മയ്ക്ക് ഈ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരെ എതിർത്തിരിക്കാൻ എനിക്ക് സാധിക്കില്ല അമ്മയെന്ന് പറയാണ്. എനിക്കറിയില്ല, ഒരു കാര്യം ചെയ്യാം, നന്ദമോളോട് ചോദിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് പറയാണ്. ഈ സമയത്ത് ഗോതുവിന്റെ മനസ്സിലൊരു സംഘർഷം നടക്കുമായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളോ അല്ലാതെ തോന്നുന്നു. ആ ബാലാജിയെ കുറിച്ചും ഹേമത്തിനെ കുറിച്ചൊക്കെ വാവച്ചനോടൊന്ന് വിളിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും. അങ്ങനെ ഗൗതം ഫോൺ ചെയ്യണം വാവച്ചനെ. വാവച്ചൻ കൊടുത്തിട്ട് എന്താ ഗൗതം സാർ എന്താ വിളിച്ചെന്ന് ചോദിക്കണം. ഞാൻ വിളിച്ചേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ വാവച്ചനോട് ചോദിച്ചറിയാനുണ്ട്, അതാ. അല്ല എന്താ സാർ, എന്താ ഞാൻ അറിയണ്ടേ? അല്ല എനിക്കറിയേണ്ട ആ ഹേമന്തിനെ കുറിച്ചാന്ന് പറയണേ. ഹേമന്തോ? ഏത് ഹേമന്ത്? പെട്ടെന്ന് വാവച്ചൻ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യില്ല. ഈ നാടകത്തിലെ മെയിൻ കണ്ണിയാണല്ലോ ഹേമന്ത്, ആ കാര്യം അങ്ങോട്ട് മറത്തു വരുന്നു. അല്ല ആ രാജേന്ദ്രന്റെ പെങ്ങളുടെ മകനില്ലേ ഹേമന്ത്, ഗാഥയുടെ മുറച്ചെറുക്കന്, അവനെ കുറിച്ച് എനിക്ക് അറിയാനുള്ളതെന്ന് പറയണ. അല്ലാതെ മുറച്ചെറുക്കൻ തന്നെയാണോ, ഉറപ്പാണോ എന്ന് ചോദിക്കണം. അങ്ങനെ ഒരു പെങ്ങളുടെ മകനുണ്ടോ എന്ന് ചോദിക്കും. ഓ ആ ഹേമന്ത്, അതെ അതെ അത് മുറച്ചെറുക്കൻ തന്നെയാന്ന് പറയണ. അല്ല അവനെ കുറിച്ച് ബാലാജിക്കല്ല സോറി വാവച്ചന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണെന്ന് ചോദിക്കും. അല്ല എനിക്ക് അവനെ അറിയാവുന്ന കാര്യമാണ്, അത് പെങ്ങളുടെ മോനും തന്നെയാന്ന് പറയാണ്. അല്ല എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. ഇല്ല എനിക്ക് അവനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വേണം, കുഴപ്പമില്ല ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വന്ന് അന്വേഷിച്ചോളാം എന്ന് പറയണം. ഇത് കേട്ടും വാവച്ചൊരു ഞെട്ടുണ്ടായി. അല്ല സാർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, വേണം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ലടോ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറയാണ്. ഈ ഹേമന്തിന്റെ സ്വഭാവം എങ്ങനെയുണ്ട്? അവൻ നല്ല പയ്യനാ സാറേ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതമിന് തോന്നി ആ വാവച്ചൻ പറയുന്നതിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ഒന്നും അങ്ങോട്ട് ശരിയായിട്ട് അങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് അച്ഛൻ ആക്സിഡന്റ് ഉണ്ടായത് എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ വാവച്ചൻ പറഞ്ഞു അത് കൃത്യമായിട്ട് എനിക്കറിയില്ല, അത് ഓർമ്മയില്ല എന്നൊക്കെ പറയണം. കുറെ ചോദ്യങ്ങളും കൂടെ വാവച്ചനോട് ചോദിച്ചു. അതിനുശേഷം നേരെ ഗൗതം എന്ത് ചെയ്യാണ്, സുജാതയുടെ മുറിയിലേക്ക് വരുവാണ്. അപ്പൊ സുജാതയുടെ മുറിയിലേക്ക് വന്ന് ഇതിനെപ്പറ്റിന് സുജാതയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആൻറ്റി, ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിക്കണം. നല്ല കുറവുണ്ട് മോനെ. അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എവിടെയെങ്കിലും ഒരു വാടക വീട് എടുത്തുന്നിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു, അല്ലെങ്കിൽ ചെമ്പമ്പേളിലേക്ക് കൊണ്ടുപോയി വിട്ടാലും മതി. വെറുതെ എന്തിനാ ഇവരെ ഉള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞങ്ങളോട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പൊക്കോളാന്ന് പറയണേ. പോകാനൊക്കെ വരട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ, ഇച്ചിരി ഭേദമായിട്ട് പോയാൽ മതി എന്ന് പറയാം. അല്ല ഞാനിപ്പം വന്ന് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാന്ന് പറയാം. അല്ല എന്താ മോനെ, എന്താ കാര്യം? അതെ ഈ ഹേമന്ത് ഉണ്ടല്ലോ, ഈ ഹേമന്ത് ആളെങ്ങനെയാ, നിങ്ങളുമായിട്ട് നല്ല ക്ലോസ് റിലേഷനിലാണോ എന്ന് ചോദിക്കണം. പെട്ടെന്നൊരു ഞെട്ടുണ്ട്. ഹേമന്തോ? ഏത് ഹേമന്ത്? ഹേമന്ത് എന്നുള്ള പേര് പോലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്താ പേരെന്നുള്ള കാര്യം പോലും സുജാത മറന്നുപോയി. അത് ശരിക്കും ഒരു നാടകത്തിലെ ഇതാണല്ലോ, അപ്പൊ അയാളെ കുറിച്ച് പോലും ശരിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നന്ദയും ഗാഥയൊക്കെ എന്താ കൂടുതൽ പറഞ്ഞു വെച്ചിരിക്കുന്നു അറിയത്തില്ല. അല്ല അറിയത്തില്ലേ, രാജേന്ദ്രന്റെ പെങ്ങളുടെ മോനെ, അവനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. ഓ ഹേമന്ത്, ഹേമന്ത് ആളെങ്ങനെയാന്ന് ചോദിക്കും. പെട്ടെന്ന് എന്തു ചെയ്യണം എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ സുജാത ഒരു നിമിഷം പതുങ്ങി നിൽക്കുന്ന സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നത്. നന്ദ കേട്ട് ഈ ചോദ്യം നന്ദയ്ക്ക് മനസ്സിലായി കുടുങ്ങി. എന്തായിരിക്കും സുജാത ആന്റി പറയാൻ പോണേ? സുജാത ആന്റിയുടെ വായിന്ന് വരുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. കാരണം പോലീസ് ഓഫീസറാണ് ഗൗസ് സാറ്. എന്തേലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് തന്നെ പറ്റും. ഇനിയിപ്പോൾ തങ്ങൾ പറഞ്ഞ് ഇവർ പറഞ്ഞ് തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ, അതിനിപ്പോൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ നന്ദ ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ് സുജാത എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വെളുത്തിരിക്കുവാണ് സുജാത. സുജാതയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഗോത്തിന്റെ ഒരു പന്തികേട് തോന്നുവാണ്. എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, ഇവർ തങ്ങളിൽ നിന്ന് എന്തോ കള്ളത്തിന് ഒളിച്ചു വെക്കുന്നുണ്ടല്ലോ എന്നൊരു ഇത് ഗൗതമിന് തോന്നുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ അറിയാൻ പറ്റും. ഗൗതം ഇത് മാത്രമല്ല, ഇനിയിപ്പോ ചെമ്പമ്മേടിലേക്ക് അന്വേഷിക്കാനൊക്കെ പോകുന്നുണ്ട് അവരെ കുറിച്ച്. അവിടെ ചെന്നില്ലുമ്പോൾ ആ വലിയ സത്യങ്ങളൊക്കെ ഗൗതം തിരിച്ചറിയുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.